ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രൗണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്, കിടിലൻ തന്നെ. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കേക്കാണ്. എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്ത് ചെറിയ പീസസ് ആക്കി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ബൗൾ വെച്ചിട്ട് ഈ ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇളക്കൽ നിർത്തരുത്, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുകയുള്ളൂ. ആ ആവിയിൽ വേണം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും. ഈ ഒരു മിക്സ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ യെല്ലോ കളർ മാറുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അതിലേക്ക് കുറേശ്ശെ ബ്രൗൺ ഷുഗറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ 1/4 കപ്പിൽ നിന്ന് 1 കപ്പ് വരെ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ നമ്മുടെ നോർമൽ ഷുഗർ ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ബേക്കിംഗ് സോഡ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഒരു തവണ അരിച്ചെടുത്താൽ മതി. നമ്മുടെ ഈ ബ്രൗണി കുറച്ച് ഹാർഡായിരിക്കും, ക്രീം കേക്കിൻ്റെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാണ്ടിരിക്കാനാണ് സ്പീഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടിയും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത്ര തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ തിക്കായി ഇരിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് സെറ്റാക്കാം. നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബട്ടറൊക്കെ തടവി കൊടുത്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കാം. ബ്രൗണി ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ക്വയറിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്ക്വയറിൻ്റെ കേക്ക് ടിന്നില്ല എന്നുണ്ടെങ്കിൽ റൗണ്ടിൻ്റെ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ബ്രൗണി സ്ക്വയർ ഷേപ്പിലാണല്ലോ ഉണ്ടാവുക, അതുകൊണ്ടാണ് സ്ക്വയറിൻ്റെ കേക്ക് ടിന്ന് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ഇതും കൂടി കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് നട്ട്സ് നമുക്കിഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ഞാൻ കാഷ്യൂ നട്ട്സാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ 16 പീസ് കട്ട് ചെയ്യാനായിട്ട് ഒരു ഷേപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇങ്ങനെയാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മുടെ സാധാരണക്കാരുടെ ഓവനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 35 to 40 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ടൈം വെക്കാം. പക്ഷെ നമുക്ക് ഈ ബ്രൗണി കാണുമ്പോൾ മോൾ ഭാഗം കാണുമ്പോൾ വേവാത്ത പോലെയൊക്കെയാണ് തോന്നുക. അതങ്ങനെ തന്നെയാണ് ബ്രൗണി ഉണ്ടാവാറ്. ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മുടെ ഏകദേശം ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സൊക്കെ ഇങ്ങനെ വെച്ച കാരണം കട്ട് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ക്വയർ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ചിലർ ഡിസൈൻ വരയ്ക്കണ പകരം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അത് കാഷ്യൂ നട്ട് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്ത കാഷ്യൂ നട്ട് കവറായി പോവും. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്.
ഇനി നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ചെയ്യാനായിട്ട്. അധികം നമ്മൾ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അധികം നമ്മൾ വെക്കരുത്, കേക്ക് നല്ല ഹാർഡായി പോവും. ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് കഴിക്കാം. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റി കേക്കാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അടിച്ച് തകർക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.